السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നേതാക്കളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്ന് ഉണർത്തുകയാണ്. ഒരുപാട് നഷ്ടങ്ങൾ നമുക്കെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ദുഃഖവും വ്യസനവും തോന്നാറുണ്ട്. ചിലതൊക്കെ നമ്മൾ മറക്കുകയും മറക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ലോകത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്, മദീനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ ദിവസം ഞങ്ങൾ ഓർക്കുകയാണ്. അതിനേക്കാളേറെ പ്രകാശമാനമായ, ജാജ്വല്യമാനമായ, തെളിഞ്ഞ തിളക്കമുള്ള, തെളിച്ചമുള്ള ഒരു ദിവസം മദീനയിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഞങ്ങൾ ഓർക്കുകയാണ്. ഏറ്റവും കാളിമയാർന്ന, ഇരുണ്ട, മ്ലാനമായ ഒരു ദിവസമായിരുന്നു അത്. അല്ലാഹു അക്ബർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലത്തെ മഹിതമായ, മനോഹരമായ ജീവിതം, ത്യാഗോജ്വലമായ ജീവിതം, ഒരുപാട് വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും, വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്ന, വളരെ നല്ല ഒരു ജീവിതം നയിച്ച അവിടുന്ന് അക്രമങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക്, ഉപരോധങ്ങൾക്ക് ഇരയാകുന്നു. തെറി കേൾക്കേണ്ടി വരുന്നു. ശാപവാക്കുകൾ ഉരുവിടുന്നത് കേൾക്കേണ്ടി വരുന്നു. ഭൂരിപക്ഷം ആളുകളും വെറുക്കുന്നു, എതിർക്കുന്നു, ചെറുക്കുന്നു. ശല്യവും ശാപവുമാണെന്ന് വിചാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി കുടുംബങ്ങളിലെല്ലാം, എല്ലാ കുടുംബങ്ങളിലും കച്ചറയാണ്, ബഹളമാണ്. 2 ഭാഗമായി നിന്ന് പോരാടുകയാണ്. ബാപ്പ ഒരു ഭാഗത്ത്, മകൻ ഒരു ഭാഗത്ത്. 177 യുദ്ധങ്ങളാണ്. എന്നാൽ എതിർക്കുകയും വെറുക്കുകയും ചെറുക്കുകയും കൊല്ലാൻ വരികയും ചെയ്ത മനുഷ്യന്മാർ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരരായ അനുയായികളായി മാറുന്നു. ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായ റസൂല് അവർക്ക് വീണ്ടും പിന്നീട് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായി മാറുന്നു. ഈ മഹത്തായ മാറ്റത്തിന്റെ കാരണം വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ, സ്വർഗത്തിലേക്ക് അടുക്കുവാൻ, നന്മയിലേക്ക്, ഗുണത്തിലേക്ക്,
ഇബാദത്തിലേക്ക്, അമലിലേക്ക് അടുക്കുവാനാണ് റസൂല് പറയുന്നത് എന്നവർക്ക് പിന്നീട് മനസ്സിലായി വന്നു. മനസ്സിലാകും തോറും ആണിയായികൾ വർദ്ധിച്ചു. ലോകത്തിന്റെ നേതാക്കന്മാരായി, രാജാക്കന്മാരായ സമുദായം മാറി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗവർണർമാർ പോയി, സന്ദേശവാഹകന്മാർ പോയി, ദഅവത്തുമായി ആളുകൾ പോയി. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ തെളിച്ചവും തിളക്കവും വെളിച്ചവും വന്നു. എല്ലാം ആരംഭിച്ചത് ഒരു കൊച്ചു മനുഷ്യനിൽ നിന്നാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത, ഒരു പുസ്തകം കയ്യിൽ കൊടുത്താൽ അതിന്റെ മുകൾ ഭാഗം ഏതാണ്, താഴ്ഭാഗം ഏതാണ്, ഏത് ഭാഗത്താണ് തുടങ്ങുന്നത്, ഏതാണ് അക്ഷരം, ഏതാണ് വാക്ക് എന്നറിയാത്ത ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യനെ അനുസരിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും ലോകം തയ്യാറാകുന്നു. നിരുപാധികം അനുസരിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുവാൻ തയ്യാറാകും. അതുപോലെ വേറൊരു മനുഷ്യനില്ല, അതുപോലെ വേറൊരു നബിയില്ല, അതുപോലെ വേറൊരു കുടുംബനാഥനില്ല, അതുപോലെ വേറെ നേതാവില്ല. ഈ ലോകത്തിന്റെ മുഴുവൻ അവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആന്റെ ജീവിതചര്യയായ സുന്നത്ത്, ആ നബിചര്യയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. റസൂലുള്ളാഹി മിമ്പറിന്മേൽ പറഞ്ഞത് നമുക്ക് ഇബാദത്തായി നിലനിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ നമുക്ക് ഇബാദത്തായി അംഗീകരിക്കേണ്ടി വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം സഹാബത്തിനില്ല, ഇമാമുകൾക്കില്ല, സൂഫിവര്യന്മാർക്കില്ല, ഔലിയാഇനില്ല, ആർക്കുമില്ല. മുഹമ്മദ് നബിക്ക് മാത്രം സ്വന്തം. ആ മനുഷ്യന്മാര്, അവിടെ വിശ്വസിച്ച സഹാബിവര്യന്മാർ, 1.5 ലക്ഷം വരുന്ന ആളുകൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ, യുവാക്കൾ, യുവതികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ കുടുംബക്കാരനാണ്, ബന്ധുവാണ്, നാട്ടുകാരനാണ്, അയൽവാസിയാണ് റസൂല്. ആ 12 ഭാര്യമാരുടെ ഭർത്താവാണ് റസൂല്. അത്രയും അമ്മാശന്മാരുടെയും അമ്മായികളുടെയും അളിയന്മാരുടെയും ഇളച്ചന്മാരുടെയും ഏട്ടംപുതിയാപ്പിളമാരുടെയും അനിയംപുതിയാപ്പിളമാരുടെയും എല്ലാം ബന്ധുവായ റസൂല്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലാണ്. അവിടുത്തെ ചലനം, അടക്കവും അനക്കവും ഉറക്കവും ഉണർച്ചയും യുദ്ധവും സന്ധിയും സമാധാനവും നടത്തവും ഇരുത്തവും കിടത്തവും എല്ലാം മാതൃകയാകുന്നു. റസൂല് വിരലനക്കിയ പോലെ തഹിയ്യാത്തിൽ വിരലനക്കുന്നു സഹാബിമാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയ പോലെ നെഞ്ഞത്ത് തന്നെ കൈകെട്ടുന്നു എല്ലാ സഹാബിമാരും. റസൂലുള്ള നമസ്കരിച്ച പോലെ തറാവീഹ് 11 തന്നെ നമസ്കരിക്കുന്നു എല്ലാ സഹാബിമാരും. എല്ലാ സഹാബിമാരും സുബഹിക്ക് കുനൂത്ത് ഓതാതെ നമസ്കരിക്കുന്നു. എല്ലാ സഹാബിമാരും ഒതുവെടുക്കുന്നത് റസൂൽ ഒതുവെടുത്ത പോലെയാണ്, നമസ്കരിക്കുന്നത് റസൂൽ നമസ്കരിച്ച പോലെയാണ്. ഈ മഹത്തായ സൗഭാഗ്യം റസൂലിന് മാത്രം സ്വന്തം. സഹാബത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വുളുവാണ്. സഹാബത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരമാണ്. അവിടുന്ന് ഇങ്ങനെയാണ് നമസ്കരിച്ചത്, അവിടുന്ന് ഇങ്ങനെയാണ് കൊടുത്തത്, അവിടുന്ന് ഇങ്ങനെയാണ് ചെയ്തത്, അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്. ആയത്തുകൾ ഇറങ്ങുകയാണ് ആ മഹത്തായ കുടുംബ ജീവിതത്തെപ്പറ്റി, അവിടുത്തെ ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി, മക്കള്, കുടുംബാദികൾ തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റിയുള്ള ആയത്തുകൾ സൂറത്ത് അഹ്സാബിലൂടെ, ഖിത്താലിലൂടെ, തഹരീമിലൂടെ, അങ്ങനെ ഒരുപാട് സൂറത്തുകളിലൂടെ. ഇതെല്ലാം അവരുടെ ജീവിതമാണ്. ഓരോ ആയത്തിറങ്ങുമ്പോഴും അതിനൊരു ബന്ധമുണ്ട്, ചരിത്രമുണ്ട്. ആയത്തുകൾ പിന്നെ സമൂഹത്തിൽ എല്ലാവരും ഓതുകയാണ്. ഓതുമ്പോൾ അവർക്ക് ഓർമ്മയാകുന്നത് അള്ളാഹുവിന്റെ വചനമാണ്. ഒപ്പം റസൂലിന്റെ ജീവിതത്തെയാണ് ഓർമ്മ വരുന്നത്. ഒപ്പം അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയാണ് ഓർമ്മ വരുന്നത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഫാത്തായി പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരമാണ് മുന്നിൽ നിന്ന്, കൺമുമ്പിൽ നിന്ന് മറയുന്നത്. പക്ഷേ റസൂലിന്റെ ജീവിതത്തിലെ ഓരോ ഇഞ്ചും, ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ദിവസവും, ആഴ്ചയും, മാസവും, കൊല്ലവും അവരുടെ മുമ്പിൽ ജീവസ്സുറ്റ് നിലനിൽക്കുന്നു. എങ്ങനെ? ക്യാമറയില്ലാതെ, ഫോട്ടോ ഇല്ലാതെ, ചിത്രമില്ലാതെ, പത്രമില്ലാതെ, പരസ്യമില്ലാതെ. എങ്ങനെ? ഖുർആൻ കൊണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട്. കാരണം അള്ളാഹുവിങ്കിലേക്ക് അടുക്കുവാൻ അവർ നിർവഹിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരീരത്തിന്റെ ചലനമാണ്, ആ നാവിന്റെ ശബ്ദമാണ്. അതാണ് അവിടുത്തെ നീക്കുപോക്കുകളാണ്, നീക്കങ്ങളാണ്, നടത്തമാണ്, ഇരുത്തമാണ് അവരുടെ മാതൃക.
അതുകൊണ്ട് എല്ലാ സെക്കൻഡിലും അവർക്ക് റസൂലിനെ ഓർമ്മ വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനെ പറ്റിയുള്ള ദുഃഖം അവരുടെ മനസ്സിൽ എപ്പോഴും അലയടിക്കുകയാണ്. ആ മദീന പള്ളിയുടെ സെറ്റപ്പ് അനുസരിച്ച് മുന്നിൽ ആണുങ്ങളും പിന്നിൽ കുട്ടികളും, അതിന് പിന്നിൽ ഇരിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെ കൂട്ടത്തിൽ അതാ 9 ഭാര്യമാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളതാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമ്മമാരതാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമക്കളതാ. എല്ലാവരും അവരൊക്കെ അവിടെ ഇരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന ആ മഹത്തായ മെഹ്റാബിൽ പിന്നീട് സിദ്ദീഖുൽ അക്ബറാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം ഓതുന്നത് റസൂലുള്ളാഹിക്ക് ഇറക്കപ്പെട്ട ഖുർആനാണ്. ഒരുപക്ഷേ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക തുടങ്ങി റസൂലിനോട് നേരിട്ട് പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ അവരുടെ മനസ്സ് വിതുമ്പുന്നത് നമ്മൾക്ക് ഓർമ്മ വരികയാണ്. ആ ഭാര്യമാര്, മകള്, കുട്ടുകുടുംബാദികളൊക്കെ ഓർക്കുകയാണ് റസൂലുള്ള ആ കാലഘട്ടത്തിലെ സംഭവങ്ങൾ. വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ, ഇദാ നിങ്ങളെ ബദറിൽ വെച്ച് അല്ലാഹു സഹായിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഓർമ്മ വരികയാണ്. വയൗമ ഹുനൈൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഓർമ്മ വരികയാണ്. അഹ്സാബ് അവർക്ക് ഓർമ്മ വരികയാണ്. സെയ്ദ് അവർക്ക് ഓർമ്മ വരികയാണ്. മുനാഫിക്കുകളുടെ സംഭവങ്ങൾ അപ്പോഴൊക്കെ ഓർമ്മ വരികയാണ്. ഇങ്ങനെ ഒരിക്കലും മനസ്സിൽ നിന്നും മറയാത്ത ഒരു ജീവിതം. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളുടെ നാട്ടിലെ കോപ്പിരാട്ടികൾ പോലെ ആയിരുന്നില്ല. ബാപ്പ മരിച്ച ബാപ്പാന്റെ വലിയൊരു ഫോട്ടോ വെക്കുക, കുട്ടി മരിച്ച ആ കുട്ടിന്റെ ഒരു ഫോട്ടോ വെക്കുക, കല്യാണം കഴിഞ്ഞ ഒരു വെഡിങ് ഫോട്ടോ വെക്കുക. ഇങ്ങനെയുള്ള ചപ്പടാച്ചികളും തരികിട പരിപാടികളുമായിരുന്നില്ല അവർക്ക്. മറിച്ച് അവർ ഇതിനെയെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു ഓർമ്മിച്ചിരുന്നത്, അല്ലാതെ വെറുതെ ഓർമ്മിക്കുകയായിരുന്നില്ല. അവിടെയാണ് അല്ലാഹു അക്ബർ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ, ഏറ്റവും വിലയേറിയ സമയമായിരുന്നു അവസാന കാലങ്ങൾ. കാരണം ശരീഅത്തിന്റെ അവസാന വശങ്ങളെല്ലാം അവതരിക്കപ്പെടുകയാണ്. ഏറ്റവും മർമ്മപ്രധാനമായ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നു. അങ്ങനെ മക്ക വിജയം, കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തു എന്ന അറിയിപ്പുകൾ അടയാളങ്ങളായി, സംഭവങ്ങളായി, ദൃഷ്ടാന്തങ്ങളായി റസൂലിനും സഹാബത്തിനും കിട്ടാൻ തുടങ്ങുകയാണ്. അല്ലാഹു അക്ബർ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് മുഴുവനാക്കി തന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീൻ ആയി തൃപ്തിപ്പെട്ടു തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജത്തുൽ വദായിൽ വെച്ച് ആയത്തിറങ്ങിയപ്പോൾ ഇസ്ലാം പൂർത്തിയായി, ഇസ്ലാം പൂർണ്ണമായി, അനുഗ്രഹം പൂർത്തിയായി, അള്ളാഹു തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീൻ ആയി തന്നു എന്നൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടായി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്താണ് പ്രശ്നം? ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പൂർണ്ണതയ്ക്ക് ശേഷം പിന്നെ അപൂർണതയാണ് വരാൻ പോകുന്നത്. പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി അവസാനമാണ് വരാൻ പോകുന്നത്. ഇസ്ലാം പൂർത്തിയായി, ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധിക കാലം ആയുസ്സില്ല എന്ന് ബുദ്ധികൂർമ്മതയുള്ള, ദീർഘദൃഷ്ടിയുള്ള, പ്രതിഭാശാലിയായ ഉമർ റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ വിജയവും സഹായവും വന്നു കിട്ടുന്നു. ജനങ്ങൾ ഇതാ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റസൂലേ, സത്യവിശ്വാസികളെ, തസ്ബീഹ് ചെയ്യുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുക. വസ്തഗ്ഫിർഹു, അവനോട് പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന തവ്വാബാ, അവൻ തീർച്ചയായും തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു അക്ബർ. ആയത്തിറങ്ങുകയാണ്.
ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ എന്റെ മരണവാർത്തയാണത്, എന്റെ മരണത്തെപ്പറ്റിയുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ വിജയം വന്നു, സഹായം വന്നു, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കെ സഹാബിമാര് റസൂലുള്ളാഹിന്റെ കാലശേഷം ഈ ആയത്തിനെ പറ്റിയുള്ള അർത്ഥം ചർച്ച ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ബാസ് നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് അതിന്റെ അർത്ഥം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിന്റെ വിജയത്തെയും ഇസ്ലാമിന്റെ മഹത്തായ പൂർണ്ണതയെയും സഹായം അള്ളാഹുവിൻ്റെതായി കിട്ടിയിട്ടുള്ള സഹായത്തെയുമാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റിയുള്ള അടയാളമാണ്, അറിയിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ ആദ്യമായും അവസാനമായും നടത്തുന്ന ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുന്ന് പറയുകയാണ്, ഇന്നി ലാ അദ്രീ ലഅല്ലി ലാ അൽഖാകും ബഅദ അമ്മി ഹദാ ബിഹാദൽ മൗഖിഫി അബദാ. ഈ സ്ഥലത്ത് വെച്ച് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജംറത്തുൽ അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ഖുദു അന്നി മനാസികക്കും ലഅല്ലി ലാ അഹുജ്ജു ബഅദ അമ്മി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് വരികയില്ല. സഹാബിയോട് പറയുന്നു, ലഅല്ലക തമുറു ബൈന ഖബ്രി, ഇതാ എന്റെ ഖബറിന്റെ മുന്നിലൂടെ ഒരു പക്ഷേ നീ നടന്നുപോയി എന്ന് വരാം അടുത്ത വർഷം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധാരണയായി ജിബ്രീൽ റമളാനിൽ വന്നിട്ട് അതുവരെ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ ആയത്തുകൾ മുഴുവൻ പരിശോധന നടത്തും. ആദ്യം മുതൽ അവസാനം വരെ ഓതിപ്പിക്കും, എന്നിട്ട് അങ്ങോട്ട് ഓതിക്കൊടുക്കും. ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും വെക്കേണ്ട ക്രമം, ഘടന, അതെല്ലാം ക്ലിപ്തമാണ്. അതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി വെച്ചിരിക്കുന്നു. ഫാത്തിഹ എവിടെയാണ്, സൂറത്തുൻ നാസ് വരെയുള്ള എല്ലാ സൂറത്തുകളും, എല്ലാ ആയത്തുകളും. എന്നാൽ ഹിജറ 10ാമത്തെ വർഷം റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 പ്രാവശ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. അതുവരെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. 10ാമത്തെ വർഷം 2 പ്രാവശ്യമാണ്. ആ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫിരുന്നു. സാധാരണ 10 ദിവസമാണ് ഇഅ്തികാഫ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹുൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ അവസാനത്തെ 10 മരണം വരെ ഇഅ്തികാഫിരിക്കാറുണ്ട്. സുമ്മഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നെ അവിടുത്തെ ഭാര്യമാർ അവിടുത്തെ മരണശേഷവും ഇഅ്തികാഫിരുന്നു. റസൂലുള്ളാഹി വഫാത്തായി എന്നതുകൊണ്ട് ഒരു അമല് പോലും ഒരു ഇബാദത്ത് പോലും ഭാര്യമാർ ഒഴിവാക്കിയില്ല. ഭർത്താക്കന്മാര് മരിച്ചാൽ പള്ളിയിൽ പോകാത്ത പെണ്ണുങ്ങളുണ്ട്. എന്തേ? കുട്ടികളെ വാപ്പ മരിച്ചുപോയി, പിന്നെ ഞാൻ പോകാറില്ല. എന്നാൽ നമ്മൾക്ക് ഭാര്യമാരോടുള്ള സ്നേഹത്തെക്കാൾ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള സ്നേഹത്തെക്കാൾ 10 മടങ്ങ് സ്നേഹമുള്ളവനായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആള് എന്ന്. അപ്പോൾ ഏറ്റവും നല്ല ഭർത്താവാരാ? സംശയമില്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവ് മരിച്ചപ്പോൾ ആ ഒരു ഭാര്യയും പള്ളിയിൽ പോകാതിരുന്നില്ല ഇഅ്തികാഫിരിക്കാൻ. 10 ദിവസമാണ് ഇഅ്തികാഫ്, രാവും പകലും. അപ്പോൾ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം ഇഅ്തികാഫിരിക്കും. വഫാത്താകുന്ന ഇതിന്റെ മുമ്പുള്ള റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫിരുന്നു. 20 ദിവസം. അല്ലാഹു അക്ബർ. ഹിജറ 11ാം വർഷം സഫർ മാസം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിൽ 1-2 ആളുകളെയും കൂട്ടി ഉഹുദിലേക്ക് പോയി. ഉഹുദിൽ
മറമാടപ്പെട്ട രക്തസാക്ഷികൾ, ഉഹുദ് രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദുകളായ 70 ആളുകൾ. അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മരിച്ചുപോയവരോടും യാത്ര പറയുന്ന രീതി പോലെ അത് കഴിഞ്ഞ് മടങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറുമ്മ കയറി. അതിനുമുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി പാതിര കഴിഞ്ഞിട്ട് ബഖീഉൽ മിർഖദിലേക്ക് പോയി, സഹാബിമാരെ കബറടക്കിയ ഖബറിസ്ഥാനിലേക്ക്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫർതുക്കും വഇന്നി ഷഹീദുൻ അലൈക്കും വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗലി അൽആൻ. ജനങ്ങളോട്, സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്. സഹാബിമാരോട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ പോകാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, ഞാനിതാ എന്റെ ഹൗദിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായ ജലാശയം ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ഹൗദ്, സത്യവിശ്വാസികൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ വാരിക്കോരി കൊടുക്കാൻ വേണ്ടി, കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയുള്ളത്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയുമാണ് ആ ഹൗദിലെ പാത്രങ്ങൾ. ഒരിക്കൽ അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ദാഹം വരുന്ന പ്രശ്നമേയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക് വാരിക്കോരി കുടിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അതാ അങ്ങോട്ടടുക്കാൻ കാലുകൾ നീങ്ങാതെ മാറി നിൽക്കുന്നു. അടയാളം കണ്ടിട്ട് മനസ്സിലായി അത് മുസ്ലിം സമുദായമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഉസൈഹാബി അതെന്റെ ചങ്ങാതിമാരാണല്ലോ, അതെന്റെ അനുയായികളാണല്ലോ എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, യാ മുഹമ്മദ് മുഹമ്മദേ, അങ്ങയുടെ കാലശേഷം അങ്ങയുടെ അനുയായികൾ ചെയ്ത ബിദ്അത്തുകൾ എന്താണെന്ന് താങ്കൾക്കറിയില്ല. 2 കാര്യം: ഒന്ന്, മുസ്ലിം സമുദായം ബിദ്അത്ത് ചെയ്യും. 2, അത് റസൂലിനറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം മദീന മുനവ്വറയിൽ റൗള ഷരീഫിന്റെ ഇപ്പുറത്ത് അവിടെ മണ്ണിൽ ലയിക്കാതെ കിടക്കുന്നുണ്ട്. ഈ ലോകത്തുനിന്ന് ഏത് ഭാഗത്തു നിന്ന് അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചെയ്യുന്നുവോ, റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവോട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ആ പ്രാർത്ഥന റസൂലുള്ളാഹിക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ബിദ്അത്ത് ചെയ്യുന്നതൊന്നും അവിടുന്ന് അറിയുന്നേയില്ല. 3, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലോ പ്രവൃത്തിയിലോ പെട്ടിട്ടില്ലാത്ത പുതുതായി പിന്നീട് വന്ന മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള മതകാര്യങ്ങളാണ് ബിദ്അത്തുകൾ. അള്ളാഹു നമ്മളെ എല്ലാ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹൗദുൽ കൗസർ മുതൽ തുടങ്ങുന്നു തട്ടിമാറ്റൽ. താങ്കളുടെ കാലശേഷം താങ്കളുടെ അനുയായികൾ ചെയ്ത ബിദ്അത്തുകൾ എന്താണെന്ന് താങ്കൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും റസൂല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്, പ്രവർത്തിക്കുമെന്ന്. ഇല്ല. സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം എന്റെ മതത്തെ മാറ്റിമറിച്ചവർ ദൂരെ പോകട്ടെ, മാറിപ്പോകട്ടെ, ഗെറ്റ് ഔട്ട് പറയുകയാണ് റസൂലുള്ളാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ദയാദാക്ഷിണ്യം പോലും, ഒരു വാത്സല്യം പോലും, കാരുണ്യം പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ഹരീസുൻ അലൈക്കും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് ദയാവാത്സല്യമുള്ളവൻ എന്ന് പറഞ്ഞു ഖുർആൻ ആ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. ആ റസൂലിന്റെ നാവിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി. ആരെപ്പറ്റി? ഈ മുസ്ലിം സമുദായത്തെ പറ്റി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ ഹൗദിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉഹദിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി നമസ്കരിച്ച് മടങ്ങി വന്നിട്ട് മിമ്പർമ കയറി സംസാരിച്ച കാര്യമാണ്. ഒരു ദിവസം രാത്രി പാതിരാക്ക് ശേഷം
ബഖീഉൽ മിർഖദിൽ പോയി സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തി. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ ലിയഹ്ന ലക്കും മാ അസ്ബഹ്തും ഫീഹി ബിമാ അസ്ബഹ അന്നാസു ഫീഹി അഖ്ബലത്തിൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യത്ബഉ ആഖിറുഹാ അവ്വലഹാ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ആശ്വാസത്തിലാണ്. പിന്നീട് വന്ന ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല. ഇതാ പാതിരാത്രിയിലെ കൂരിരുട്ടുള്ള കഠിന കഠോരമായ കൂരിരുട്ടുള്ള രാത്രികൾ എന്ന പോലെ ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ശത്രുക്കളുടെയും മിത്രങ്ങളെന്നറിയപ്പെടുന്ന മുനാഫിക്കുകളുടെയും വകയായുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും സൂചിപ്പിക്കുന്ന, വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സത്യവിശ്വാസികൾക്ക് വരാൻ പോകുന്ന ദൗർബല്യം, ഈമാന്റെ കുറവ്, അമലിന്റെ കുറവ്, ഇബാദത്തിന്റെ കുറവ് എല്ലാം സൂചിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ. അനബിക്കും ലാഹിഖൂൻ, അനബിക്കും ലാഹിഖൂൻ, ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ പോവുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എല്ലാവരും പറയുന്നത് പോലെയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ആ പറച്ചിൽ. സഫർ മാസം 11-ാം വർഷം സഫർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തു. മടങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ തലവേദന വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലെ വലിയ 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 മൗലാനമാരെ പോലെയല്ല. വലിയ ആളായ പള്ളിയിൽ പോകാതിരിക്കും, വലിയ ആളായ പിന്നെ ജുമഅക്ക് മാത്രം പോകും, അതിനേക്കാളും വലിയ ആളായ പിന്നെ അതും ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. കഴിയുന്നത്ര എല്ലാ 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 രംഗങ്ങളിലും ഇബാദത്തിലും അമലിലും മുന്നിട്ട് നിന്നു. ജനാസയിൽ പങ്കെടുക്കുക, ശിർക്കില്ലാതെ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക, മയ്യത്തിന്റെ പിറകെ പോവുക, എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് ഖബറടക്കുക, തസ്ബീത്ത് ചൊല്ലി മടങ്ങി വരിക. 2 ഖീറാത്ത് കൂലിയാണ്. 2 ഖീറാത്ത്. ഒരു ഖീറാത്ത് ഉഹുദ് മലയോളം വലിപ്പമുണ്ട്. അത് ഇവിടെയല്ല കിട്ടുന്നത്, അവിടെയാണ്. ഇവിടെ കിട്ടിയാൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചോളണമെന്നില്ല. എത്ര അനുഭവിച്ചാലും ശരി പൊന്ന് തിന്നാൻ പറ്റൂലല്ലോ. പറ്റുമോ? പൊന്നുകൊണ്ട് ചോറ് വെക്കാൻ പറ്റൂ, വെള്ളിയോണ്ട് ചാറ് വെക്കാൻ പറ്റൂ? ഇല്ല. അരിയല്ലേ തിന്നാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗോതമ്പ് അല്ലേ? അതുപോലെ മീന്, ഇറച്ചി, പച്ചക്കറി, അതല്ലാതെ വേറെന്താ കറി വെക്കാൻ പറ്റുക? എന്നാൽ ഉഹുദ് മലയോളം എത്ര ഹെക്ടർ ഉണ്ടാകും? അങ്ങനെ 2 എണ്ണം. എത്ര സമയം വേണ്ടുള്ളൂ? 1 മണിക്കൂർ, അരമണിക്കൂർ. പലരും മയ്യത്ത് കണ്ട് മടങ്ങിപ്പോരല്ല, അതല്ല സുന്നത്ത്. മരിച്ചാൽ മയ്യത്തിന്റെ പിന്നാലെ പോവുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം സമുദായം. ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. നമുക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്തവർ മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകണം. ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11-ാം വർഷം സഫർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ഒരു ജനാസയിൽ പങ്കെടുത്തു മടങ്ങി വരുമ്പോൾ കഠിനമായ തലവേദന. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്കും അപ്പോൾ തലവേദനയാണ്. ഭയങ്കര തലവേദന അവര് പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കും കഠിനമായ തലവേദനയുണ്ട്. യാ ആയിഷ ലാ തസാലു ലഖലത്തു ലത്തി അകൽതുഹാ ബിഖൈബറ തഫ്അലു ബി. അന്ന് ഞാൻ ഖൈബറിൽ വെച്ച് കഴിച്ച ഭക്ഷണം ഇപ്പോൾ എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തലയോട്ടിയിലെ ഉച്ചിയിലെ നരമ്പിനെ വരെ അത് ബാധിച്ചിരിക്കുന്നു. എന്താ പ്രശ്നം? ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു ജൂതപ്പെണ്ണ് റസൂലുള്ളാഹിയെ സൽക്കാരത്തിന് വിളിച്ചു. റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? വരാമെന്ന് പറഞ്ഞു. ചെന്നു. റസൂലുള്ളാഹി പറഞ്ഞില്ല, ആഹാ എന്നെ കൊല്ലാനാണല്ലേ, ഞാൻ അള്ളാന്റെ ഔലിയാ, എനിക്ക് മറഞ്ഞ കാര്യമൊക്കെ അറിയാം, കൊല്ലടാവളെ, പിടിക്കടാവളെ എന്ന് പറഞ്ഞോ? ആ വിഷം പുരട്ടിയ മാംസം എങ്ങെടുക്കെന്ന് പറഞ്ഞോ? ഇല്ല. ആ പെണ്ണ് റസൂലുള്ളാഹിയെ സൽക്കരിച്ചത് എങ്ങനെയാ? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൃഗത്തിന്റെ തൊട ഭാഗമാണ്. അത് വാങ്ങി നന്നായി പൊരിച്ചു മസാല പുരട്ടിയ കൂട്ടത്തിൽ കുറച്ച് വിഷവും പുരട്ടി. റസൂൽ അറിഞ്ഞില്ല, സഹാബത്തും അറിഞ്ഞില്ല. അത് കഴിച്ച 1-2 സഹാബിമാരും മരിച്ചു വീണു. അപ്പോഴാണ് മനസ്സിലായത്, വിവരം കിട്ടിയത്. എന്ത്? ഇതിൽ വിഷം പുരണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് റസൂൽ ലേശം കഴിച്ചു കഴിഞ്ഞു. 7-ാം വർഷം. അതാണ് 11-ാം വർഷം സഫർ മാസം 29-ാം തീയതിക്ക് ശേഷം പ്രവർത്തനം തുടങ്ങിയത്. വിഷം ആർക്ക്?
അസ്റഫുൽ ബസർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. അതുകൊണ്ട് ആ ഗ്ലാസിനപ്പുറത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അറിയാൻ സാധ്യമല്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യം തകരാൻ പോവുകയാണ്. കഠിനമായ തലവേദന വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദതൈനി ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മേലാകെ തടവാൻ തുടങ്ങി. സാധാരണഗതിയിൽ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഓതിയിട്ട് രോഗിയുടെ മേലെ തടവാനാണ്. എന്നാൽ റസൂലാണ് ഇത് എന്നതുകൊണ്ട് റസൂലിന്റെ കയ്യിന്റെ ബർക്കത്ത് റസൂലിന് തന്നെ കിട്ടാൻ വേണ്ട. ആയിഷ ബീവിയുടെ കയ്യിനുള്ളതിനേക്കാളേറെ ബർക്കത്ത് റസൂലിനാക്കുണ്ടായതുകൊണ്ട് ആ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് തന്നെ മേലെ തടവിക്കുന്നു. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മന്ത്രിക്കൽ ഇതാണ്. ചരടല്ല, ഇക്കല്ലല്ല, ഉറുക്കല്ല. അത് പണ്ഡിത നേതാക്കന്മാർക്ക് ശാപ്പിടാനുള്ള വരുമാന മാർഗമാണ്. ഇത് ഖുൽ ഹുവല്ലാഹു അഹദുൻ ഖുൽ റബ്ബുൽ ഫലഖ് ഖുൽ റബ്ബുൻ നാസ് ഓതിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ വസിഷ് അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. റബീഉൽ അവൽ 11 റബീഉൽ അവൽ 11 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. അതിനു മുമ്പുള്ള ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന കഠിനമായി. അവിടുന്ന് പറഞ്ഞു 7 കിണറുകളിൽ നിന്ന് ഓരോ കുടം വെള്ളം കൊണ്ടുവരാൻ. ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഒഴിച്ചു. അത്രയും കഠിനമായ തലവേദന. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്ന് ഗുളികകളില്ല കാര്യമായി. ഇങ്ങനെയുള്ള ചികിത്സകളാണുള്ളത്. കുറെ വെള്ളം ഒഴിച്ചപ്പോൾ അവിടത്തേക്ക് ആശ്വാസമായി. ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർമ കയറി ജനങ്ങളോട് ദീർഘമായി സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ. അന്ന് അവിടുന്ന് പറഞ്ഞു, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറാ, ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപം. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കി മാറ്റി. ലാ തത്തഖിദൂ ഖബരി ഈദാ, നിങ്ങൾ എന്റെ ഖബറിനെ നേർച്ച സ്ഥലമാക്കരുത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചില പണ്ഡിതന്മാർ ജനങ്ങളോട് പറയുന്നു, എന്റെ ഖബറ് നിങ്ങൾ കെട്ടിപ്പൊക്കി വരുമാനമുണ്ടാക്കിക്കോ. ചില പണ്ഡിതന്മാർ മകളോട് പറയുന്നു, മോളെ നിനക്കെന്റെ ഖബറുണ്ട് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു? ലാ തത്തഖിദൂ ഖബരി ഇദാ, എന്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമാക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട്, കഠിനമായ പനി കൊണ്ട് മേലാകെ മൂടി കിടക്കുമ്പോൾ ഇടക്ക് വരയുള്ള പുതപ്പ് മുഖത്ത് നിന്ന് മാറ്റിയിട്ട് അവിടുന്ന് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ എന്ന്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബം ആക്കരുതേ. ഖബർ എങ്ങനെയാ ബിംബമാവുക? ബിംബത്തിന്മേൽ ചെയ്യുന്ന പണി ഖബറിന്മേൽ ചെയ്താൽ ഖബർ ബിംബമാകുന്നു. ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ബിംബത്തിങ്കൽ വെച്ച് എങ്കിൽ, അതുപോലെ ഖബറിങ്കൽ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഖബർ ബിംബമായി മാറുന്നു. അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഖബറിങ്കൽ വെച്ചാണോ ആ ഖബർ ബിംബമായി മാറുന്നു. മരം ബിംബമാകുന്നു, ഫോട്ടോ ബിംബമാകുന്നു. ബിംബം എന്നത് വെറും ഒരു വസ്തുവിന്റെ മാത്രം പേരല്ല, ആശയത്തിന്റെ പേരാണ്. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. ആ ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുകയാണ്. എന്താണത്? അവിടുന്ന് തന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും വെച്ച് അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് വ്യക്തികളുമായുള്ള ഇടപാടിലോ ഏർപ്പാടിലോ പെരുമാറ്റത്തിലോ നീക്കത്തിലോ നോട്ടത്തിലോ ആണെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്.
മാൻ കാന ലറബ്തുഹു ഫഹാദാ ലഹ്രി ഫൽയസ്തഖിദ് മിൻഹു. ഞാൻ ആരെയെങ്കിലും അകാരണമായി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ പുറം, നിങ്ങൾ വന്നിട്ട് എന്നെ തിരിച്ച് അടിക്കണം. നോക്കൂ, റസൂലുള്ളാഹി ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി അകാരണമായി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടത്തേക്ക് അറിയണം, ഉറപ്പ് കിട്ടണം. അള്ളാഹുവിന്റെ മുമ്പിൽ മറ്റാരെങ്കിലും തനിക്കെതിരായി സാക്ഷി പറയാവുന്നൊരു സ്ഥിതി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നു റസൂലുള്ളാഹി. രണ്ടാമതായി ഈ സമുദായം പഠിക്കണം. നേതാക്കന്മാര്, രാജാക്കന്മാര്, പ്രായത്തിന് മൂത്തവര്, പ്രായം കുറഞ്ഞവര്, പലരും പല രീതിയിൽ പ്രതികാരം ചെയ്യുന്നു. പലരും അക്ഷമയുള്ളവരാകുന്നു. പലരും പെട്ടെന്ന് പ്രതികരിക്കുന്നു, കല്ലെടുത്തെറിയുന്നു, കൊല്ലുന്നു, എടാ പോടാന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഇല്ലേ? അങ്ങനെ സന്ദർഭവശാൽ ദേഷ്യം പിടിച്ച് കോപം വന്ന് മനസ്സിന്റെ പ്രയാസങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച എത്രയോ ആളുകൾ ഉണ്ടാകും ഇല്ലേ? അതൊക്കെ കാലഘട്ടത്തിന്റെ കൂലം കുത്തി ഒഴുക്കിൽ മറന്നുപോകുന്ന പലരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ദിവസങ്ങളിൽ വരെ തന്റെ റബ്ബിങ്കലേക്ക് സുരക്ഷിതനായി മടങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, മൻ കാന ശതംതുഹു വമൻ കുന്തു ശതംതുഹു ഫഹാദാ ഇർലി ഫൽയസ്തഖിദ് മിൻഹു. ഞാൻ ആരെയെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശകാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ അഭിമാനം നിങ്ങൾ മുറിപ്പെടുത്തണം, എന്നെ നിങ്ങൾ തിരിച്ച് ചീത്ത പറയണം. ആർക്കെങ്കിലും ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ ഇതാ എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അത് തിരിച്ചു വാങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ളുഹറിന്റെ മുമ്പ് ആണ് ഈ പ്രസംഗം നടക്കുന്നത്, ബുധനാഴ്ച. ളുഹർ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമ കയറി ഈ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു. ഒരു സഹാബി പറഞ്ഞു, റസൂലേ, നിങ്ങൾ എനിക്ക് 3 ദിർഹം തരാറുണ്ട് എന്ന്. എത്ര? 3 ദിർഹം. 3 ദിർഹം തരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫദ്ൽ ഇബ്നു അബ്ബാസിനോട്, ഫദ്ലേ അത് കൊടുക്കുകയെന്ന്. സഹാബി എന്തിനാണത് ചോദിച്ചത്? 3 ദിർഹം എന്തിനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ചത്? ഒന്നുമില്ല, റസൂലിന്റെ ആഗ്രഹം നടപ്പാകാൻ. ആ 3 ദിർഹം പോലും കടക്കാരനായി റസൂൽ പോകരുത്, അതിനുവേണ്ടി. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ ഒരു സംഖ്യ ഈ സഹാബിയുടെ കയ്യിൽ കിട്ടുക എന്നത് ആ സഹാബി ഭാഗ്യമായി കാണുന്നു. അല്ലാഹു അക്ബർ. 3 ദിർഹം. ശുദ്ധമായി റസൂലുള്ള പോകാൻ ഒരുങ്ങുകയാണ്. ളുഹറിന് ശേഷമുള്ള പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമേറിയ ചില വിഷയങ്ങൾ പറഞ്ഞു. ഊസീകും ബിൽ അൻസാർ, നിങ്ങളെ അൻസാറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ആരാണ് അൻസാർ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹാജിറുകൾ മുനയൊടിഞ്ഞ വാളുമായി, തേഞ്ഞ ചെരുപ്പുമായി, കുഴിഞ്ഞ കണ്ണുകളുമായി, ഒട്ടിയ വയറുമായി, ആരും അറിയാതെ ഒളിച്ചോടി മദീനയിലെത്തിയപ്പോൾ 2 കൈ കൊണ്ട് ഏറ്റുവാങ്ങിയ ആ നല്ലവരായ അൻസാർ. 2 വീടുള്ളവർ 1 വീട് കൊടുക്കുന്നു, 1 വീടുള്ളവൻ മാളിക കൊടുക്കുന്നു, 2 റൂമുള്ളവൻ 1 റൂം കൊടുക്കുന്നു, 1 റൂമുള്ളവൻ പകുതി മറച്ച് മറുഭാഗത്ത് കൊടുക്കുന്നു. കരള് പറിച്ചു കൊടുക്കുകയായിരുന്നു. 2 ഭാര്യമാരുള്ളവർ തലാക്ക് ചൊല്ലി കൊടുക്കുവാൻ തയ്യാറാകുന്നു, പണം പകുതി കൊടുക്കുവാൻ തയ്യാറാകുന്നു. അതാണ് അൻസാർ. അൻസാർ കുറച്ചേ ഉള്ളൂ. മക്കയിൽ നിന്ന് മുഹാജിർ വരുന്നു, അബീസീനിയയിൽ നിന്ന് വരുന്നു, പല പല ഗോത്രങ്ങളിൽ നിന്നും മുഹാജിറുകൾ വീണ്ടും വരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നന്നാസ യക്സുറൂൻ വതഖില്ലുൽ അൻസാർ. മനുഷ്യന്മാര് വർദ്ധിക്കുന്നു, അൻസാർ കുറയുകയാണ്. അൻസാർ കൂടുന്നില്ല, മദീനക്കാർ മാത്രമാണ് അൻസാർ. എന്നിട്ട് അൻസാർ ആരെപ്പോലെയാകുന്നു? കൽ മിൽഹി ഫിത് തആം, ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാകുന്നു. ഭക്ഷണം കുറെ കൂടുതലുണ്ട്, ഉപ്പയിൽ അരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇനിയും അൻസാർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അൻസാറിനെ സ്നേഹിക്കണം, അൻസാറിനെ ബഹുമാനിക്കണം, അൻസാറിനെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു അൻ യുഅതിയഹു സഹറത്തുൽ ഹയാത്തിദ് ദുനിയ മാ ശാഅ വബൈന അൻ യുഅതിയഹു സഹറത്തുൽ ഹയാത്തിദ് ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. ഒരടിമയ്ക്ക് അല്ലാഹു ഒരു സ്വാതന്ത്ര്യം നൽകി, 2 കാര്യം കൊടുത്തിട്ടു. ഒന്നുകിൽ ഈ ദുനിയാവിലെ മുഴുവൻ ശോഭയേറിയ പൊലിമയാർന്ന ദുനിയാവിന്റെ സൗകര്യങ്ങൾ തരാം, അല്ലെങ്കിൽ റബ്ബിന്റെ അടുക്കലുള്ളത് തരാമെന്ന്. ആ ഒരടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തു.
ഇത് കേട്ടു. എല്ലാവരും അങ്ങനെ നിശബ്ദരായിരിക്കുകയാണ്. ഒരു മൂലയിൽ നിന്ന് ഒരു വയസ്സായ ആള് പൊട്ടിക്കരയുന്നു. അത് കണ്ട് സഹാബിമാര് പറഞ്ഞു, ഉൻദുറു ഇലാ ഹദാ ശൈഖ്, ഈ വയസ്സായ ആളെ നോക്കൂ. റസൂല് ഒരാളുടെ കാര്യം പറഞ്ഞതാണ്, അതിന് ഇയാൾ എന്തിനാ പൊട്ടിക്കരയുന്നു? ആരായിരുന്നു അത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യർ. ആ തെരഞ്ഞെടുത്തത് തന്റെ അടുക്കലുള്ളത്, റബ്ബിന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തത് വേറെ ആരുമായിരുന്നില്ല, റസൂലായിരുന്നു. റസൂല് മരിക്കാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയായിരുന്നു. അബൂബക്കർ ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവർ എന്ന് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന്. റസൂല് പറഞ്ഞത് റസൂലിനെ പറ്റിയാണ്. എന്താണ്? ഈ ദുനിയാവ് മുഴുവൻ വേണോ, അതല്ല ആഖിറത്ത് വേണോ എന്ന് ഒരടിമയോട് അല്ലാഹു ചോദിച്ചു എന്ന് പറഞ്ഞത് റസൂലിനോട് ചോദിച്ചതിനെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ആ കരച്ചിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അമന്നന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളത് ഫീ സുഹ്ബത്തിഹി വമാലിഹി അബൂബക്കർ, തന്റെ സഹവാസം കൊണ്ട് സ്വത്ത് കൊണ്ടും അബൂബക്കറാണ് എന്ന്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറല്ലാഹി, അല്ലാഹുവേ അല്ലാതെ ആരെയെങ്കിലും ഞാൻ കൂട്ടുകാരനാക്കുമായിരുന്നെങ്കിൽ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെ ഞാൻ കൂട്ടുകാരനാക്കുമായിരുന്നു. വലാകിൻ ഖുവത്തുൻ ഫിൽ ഇസ്ലാം വമവദ്ദതുഹു, ഇസ്ലാമിലെ സാഹോദര്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ, വേറെ കൂട്ടുകാരാരുമില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു കടലാസ് കൊണ്ടുവരീൻ, നിങ്ങൾ ഇനി പിഴച്ചു പോകാതിരിക്കുമാറ് ഒരു റിക്കാർഡ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാമോ? റസൂലുള്ളാഹി വളരെ ക്ഷീണിതനാണ്. ഖിലാഫത്തിനെ കുറിച്ച്, ഭരണാധികാരത്തെക്കുറിച്ച്, ആരാണ് ഖലീഫയാകേണ്ടത് എന്നതിനെക്കുറിച്ചോ മറ്റൊക്കെയോ എഴുതാൻ റസൂലുള്ളാഹി ആഗ്രഹിക്കുന്നു എന്ന് സഹാബത്തിന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ റസൂൽ വളരെ ക്ഷീണിതനാണ്, എഴുതാവുന്നൊരു പാകത്തിലല്ല, നമ്മളിപ്പോ റസൂലിനെ ബുദ്ധിമുട്ടിക്കണ്ട. ആ സന്ദർഭത്തിൽ ചിലർ പറഞ്ഞു, അല്ല, നമ്മൾ കടലാസ് കൈക്ക് കൊണ്ടുവരണം, കൊടുക്കണ്ട എന്നിങ്ങനെയൊക്കെ ഉണ്ടായി. ശബ്ദം അധികമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു അന്നി, എന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകൂ. ഫഇന്നഹു ലാ യംബഗി അൻ തുനാസ ഇൻദി, എന്റെ അടുക്കൽ വെച്ച് തർക്കം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ രണ്ടാളുകൾ ശബ്ദിക്കുന്നത് കേട്ടു. മറ്റൊരിക്കൽ റൂമിൽ വിശ്രമിക്കുകയാണ് റസൂലുള്ളാഹി. ഉടനെ ഓടി വന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബ്ദിക്കാതിരിക്കും. എന്താ പ്രശ്നം? ഒരാള് കടം കൊടുക്കാനുണ്ട്, അത് പറഞ്ഞതാ. ഇടപെട്ടു റസൂലുള്ളാഹി, തർക്കം അവസാനിപ്പിച്ചു, പകുതി കൊടുക്കാൻ പറഞ്ഞു, പിരിച്ചുവിട്ടു. ഇവിടെ ഇതാ ശബ്ദമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശബ്ദിക്കരുത്, ഇവിടെ വെച്ച്, എന്റെ മുമ്പിൽ വെച്ച് ശബ്ദം പാടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങൾ സമുദായത്തെ ഉപദേശിച്ചു. ഒന്ന്, ജസീറത്തുൽ അറബിൽ ഇനി മുസ്ലിങ്ങൾ മാത്രം മതി, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ വേറെ വേറെ നാടും വീടും വെച്ച് കൊടുക്കണം, അവരെ പുറത്ത് താമസിപ്പിക്കണം, മദീനയുടെ പുറത്ത് താമസിപ്പിക്കണം. 2, ഏത് കാലഘട്ടത്തിലും ദൗത്യ സംഘങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാറുള്ള പോലെ എന്റെ കാലം കഴിഞ്ഞാലും ആരിവിടെ വന്നാലും അവരെ നിങ്ങൾ സ്വീകരിക്കണം. 3-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സലാ വമാ മലക്കത ഈമാനുക്കും, നമസ്കാരത്തിന്റെ കാര്യം, അതുപോലെ അടിമകളായ സ്ത്രീകളുടെ കാര്യവും. നമസ്കാരത്തിന്റെ കാര്യം എത്ര പ്രാവശ്യം ഓർമ്മിച്ചാലും പഠിപ്പിക്കപ്പെട്ടാലും അതിന്റെ മഹത്വം അവസാനിക്കുന്നില്ല. ഇനിയും എത്രയോ പഠിക്കാനുണ്ട്. കാരണം എന്നും 5 നേരമാണ് നമസ്കാരം. എത്രയെത്ര നമസ്കാരങ്ങളാണ് നഷ്ടപ്പെടുന്നത്, എത്രയെത്ര മഹത്തായ പ്രതിഫലമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, ഇല്ലേ? സാത്വികരായ, നല്ലവരായ, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി ചില വിവരമില്ലാത്ത പയ്യന്മാര് പറയും, അവർക്കെപ്പോഴും ഉണ്ട് നിസ്കാരം, ഹൈള്, നിഫാസ്, നോമ്പ്, സക്കാത്ത്, അതല്ലാതെ ഒന്നും പറയാനില്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വലാത്തു ഖൈറു മൗളൂഇൻ, ഏറ്റവും നല്ല വിഷയമാകുന്നു നമസ്കാരം എന്നാണ്. അസ്വലാത്ത് വമാ മലക്കത ഈമാനുക്കും, റസൂലുള്ളാഹി പറയുകയാണ്. വ്യാഴാഴ്ച മഗ്രിബിന് അദ്ദേഹം ഇമാമത്ത് നിന്നു.
ഒന്നാമത്തെ റക്അത്തിൽ അദ്ദേഹം ഓതുന്നത് വൽ മുർസലാത്തി ഉർഫാണ്. എത്രയാ? 1.5 പേജ്. എത്ര ആയത്ത? 50 ആയത്ത്. മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, തിങ്കളാഴ്ചയാണ് മരിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. നോക്കണം നിങ്ങൾ. 4 ദിവസം മുമ്പ് ക്ഷീണിതനായ അദ്ദേഹം അവിടുന്ന് 50 ആയത്ത് 1.5 പേജ്. മഗ്‌രിബിനെങ്ങാനും ഒരു 5-6 ആയത്ത് അധികമായാൽ പിന്നിന്ന് ശബ്ദമുണ്ടാക്കുന്ന മനുഷ്യന്മാർ നോക്കൂ നിങ്ങൾ. എന്നിട്ടോ മുആദ് ബിൻ ജബലിന്റെ ഹദീസ് ഓതും നമ്മൾ. ഫിത്ന ഉണ്ടാക്കാനാണോ നീ മുതിർന്നിരിക്കുന്നത് എന്ന് മുആദിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന്. നിസ്കാരത്തിൽ നീട്ടിക്കൊണ്ടുപോയപ്പോൾ ഏതാണ് ആ നീട്ടൽ, ഏതാണ് ആ ചുരുക്കൽ ചിന്തിക്കേണ്ടതുണ്ട്. വൽ മുർസലാത്തു 1.5 പേജ്. ഇശാ നമസ്കാരത്തിന്റെ സമയമായി. ഒളുവെടുക്കാൻ തുടങ്ങി. ഒളുവെടുക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി ബോധം കെട്ടു വീണു. ഉണർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സല്ലന്നാസുൽ ഇശാ, ജനങ്ങൾ ഇശ നമസ്കരിച്ചോ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. വഹും യന്തളിറൂനക, വഹും യന്തളിറൂനക, അവർ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഒളുവെടുക്കാൻ തുടങ്ങി. 2-ാം പ്രാവശ്യം ബോധം കെട്ടു വീണു. ഉണർന്നപ്പോൾ വീണ്ടും ചോദിച്ചു, അസല്ലന്നാസുൽ ഇശാ, ഇല്ല, അവർ അങ്ങയെ കാത്തിരിക്കുകയാണ്. 3-ാം പ്രാവശ്യവും ഒതുവെടുത്തു. എന്നിട്ടും ബോധം കെട്ടു വീണു. അല്ലാഹു അക്ബർ. അവിടുന്ന് പറഞ്ഞു, പിന്നെ ഉണർന്നപ്പോൾ മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, അബൂബക്കറിനോട് പറയൂ ഇമാമത്ത് നിൽക്കാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, ബാപ്പ വേഗം കരഞ്ഞു പോകുന്ന ആളാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാകണ്ട, വേറെ ആരോടെങ്കിലും പറയും. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, മുറു അബൂബക്കറിൻ യുസല്ലി ബിന്നാസ്. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ 3-ാം പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകുന്ന സവാഹിബു യൂസുഫ്, നിങ്ങൾ യൂസുഫ് നബിനെ പിഴപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടവരല്ലേ, പെണ്ണുങ്ങളല്ലേ, അബൂബക്കർ സിദ്ദീഖിനോട് നിസ്കരിക്കാൻ പറയൂ. ഒരു സൂചനയാണ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ആര് നയിക്കണം എന്നതിന്റെ സൂചന. ഖലീഫയെ തെരഞ്ഞെടുക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളിയഹു റസൂലു ഫീ ദീനിനാ, നമ്മുടെ ദീൻ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് അബൂബക്കറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അഫലാന അല്ലാഹു ഫീ ദുനിയാനാ, ദുനിയാവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടുകൂടാ? ഇത് ദുനിയാവിന്റെ കാര്യമാണിത്. ഭരണവും ദുനിയാവിന്റെ കാര്യമാണ്, ദീനിന്റെ കാര്യമല്ല. സഹാബത്തിനൊക്കെ അറിയാം, അള്ളാഹു പറഞ്ഞിട്ടുമുണ്ട്. ചില ചങ്ങാതിമാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്നു മുതൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ഇമാമായി നിന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. വ്യാഴം കഴിഞ്ഞു, വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം ആശ്വാസമായി. ളുഹർ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി പ്രസംഗിച്ചു. ഞായറാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ നീണ്ട പകൽ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു. അദ്ദേഹത്തിന് കുറച്ച് അടിമകളായ സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു. അവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അള്ളാഹുവിനല്ലാതെ അടിമവേല പാടില്ല എന്ന ഇബാദത്തിന്റെ അർത്ഥമായി ചില ചങ്ങാതിമാർ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന് അടിമകളുണ്ടായിരുന്നു. സഹാബിമാർ ഒരുപാട് ആളുകൾ അടിമകളായിരുന്നു. അടിമവേല ഇബാദത്തിന്റെ അർത്ഥമല്ല. അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്യുന്ന ആൾക്ക് 2 പ്രതിഫലമാണ് അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തത്. അള്ളാഹു അല്ലാത്ത അടിമകൾക്ക്, അടിമവേല ചെയ്യുന്ന ആൾക്ക്, അള്ളാഹുവിനുള്ള അടിമത്വവും നിർവഹിക്കുന്ന ആൾക്ക് 2 കൂലി. അള്ളാഹിന്റെ അടിമയാകുക, യജമാന്റെ അടിമയുമായ ആൾ 2 പ്രതിഫലം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൈവശം, റസൂലുള്ളാഹിന്റെ കൈവശം ആകെ 9 ദീനാറാണ് ഉണ്ടായിരുന്നത്. 9 ദീനാർ. അത് മുഴുവൻ അവിടുന്ന് ദാനം ചെയ്തു. 9 ദീനാർ. അന്ന് രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ച എണ്ണ അയൽവാസിയോട് വായ്പ വാങ്ങിയതായിരുന്നു. എന്നിട്ടാണ് ഈ ചെലവാക്കുന്നത്. 9 ദീനാർ. തന്റെ കയ്യിൽ അല്പം ആയുധങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങൾ. അത് സത്യവിശ്വാസികൾക്ക് സദഖ ചെയ്തു. പിറ്റേന്നും അന്നുമൊക്കെ കഞ്ഞിവെക്കാൻ ചോളം ഉണ്ടായിരുന്നില്ല, ഗോതമ്പുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചിട്ട് 30 സാ
വാങ്ങി. അതാണ് കഞ്ഞി വെച്ച് കുടിച്ചത്. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിർഉഹു മർഹൂന ഇൻദ യഹൂദി. ഒരു ജൂതന്റെ കയ്യിൽ പണയം വെക്കപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പടയങ്കി. ഈ ലോകത്തിന്റെ നേതാവായ രാജാവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് സ്വർണനാണയങ്ങളാണ് ബഹ്റൈനിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിലെത്തിയത്. അക്കാലത്ത് നിസ്കാരം കഴിഞ്ഞ് പലരും പിരിഞ്ഞു പോകുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ചാക്ക് കണക്കിന് സ്വർണമാണ്. അപ്പൊ റസൂൽ സഹാബത്തിനോട് വന്നാ ബഹ്റൈനിൽ കുറച്ച് പൈസ വന്നത് നിങ്ങൾ അറിയുമല്ലേ, അതാണ് പോകാത്തതല്ലേ, കൊണ്ടുപോയിക്കോളി. എല്ലാവരും വാരിക്കോരി കൊണ്ടുപോകാൻ പറഞ്ഞു. നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ കോടി രൂപ വന്നു. അവിടുത്തെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. അള്ളാഹു ആ മഹത്തായ മാതൃക നമുക്ക് പകർത്താനും പുലർത്താനുമുള്ള ധൈര്യവും തൗഫീഖും നൽകുമാറാകട്ടെ. തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന റബീഉൽ അവ്വൽ 11-ാം തീയതി തിങ്കളാഴ്ച സുബഹി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം ആശ്വാസം തോന്നി. അവിടുന്ന് എഴുന്നേറ്റു, വിരി നീക്കി, പുറത്തേക്ക് തലനീട്ടി സഹാബത്തിനെ നോക്കി. ആ സഹാബിമാര് മുഴുവൻ ഏറ്റവും നല്ല സന്ദർഭത്തിലാണ്. എന്താണ്? നമസ്കാരത്തിലാണ്, സുബഹി നമസ്കാരത്തിലാണ്. അവരെയെല്ലാം ഒന്നിച്ചു കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് ക്ഷീണം തോന്നി അങ്ങോട്ട് തന്നെ തലവലിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹമംനാ അൻ നുഫ്തന ഫീ സ്വലാത്തിനാ ഫറഹം ബിസിഫാഇ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ശിഫയായി, സമാധാനമായി, രോഗം ഭേദമായി എന്ന സന്തോഷം കൊണ്ട് നമസ്കാരം തന്നെ ഞങ്ങളുടേത് നഷ്ടത്തിലാകുമോ, കുഴപ്പത്തിലാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന്. അങ്ങനെ പല സഹാബിമാരും മനസ്സിലാക്കി റസൂലുള്ളാഹിക്ക് സുഖമായി എന്ന്. അബൂബക്കർ സിദ്ദീഖ് തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കലേക്ക് കുറച്ച് ദൂരെയായിരുന്നു, നസ്ഖില്, അവിടേക്ക് പോയി. പലരും പിരിഞ്ഞു പോയി. 10 മണിയായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങള അബ്ദുറഹ്മാൻ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം മിസ്വാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ മിസ്വാക്കിലേക്ക് നോക്കി. അപ്പോൾ മിസ്വാക്ക് ചെയ്യണോ എന്ന് ആയിഷ ബീവി ചോദിച്ചു. തലയാട്ടി, കയ്യിൽ കൊടുത്തു. നോക്കുമ്പോ കട്ടി കൂടുതലാണ്. അപ്പോൾ ഉലയ്യിനുഹു, ഞാനൊന്ന് സോഫ്റ്റ് ആക്കി തരട്ടെ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം വായിലിട്ടൊന്ന് ചവച്ച് അത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭംഗിയായി, കഅഹ്സനി മാ കാന യസ്താം, അതുവരെ പല്ല് തേച്ചതിൽ വെച്ച് ഏറ്റവും വൃത്തിയായി അവിടുന്ന് പല്ല് തേച്ചു. അവിടെ ലേശം വെള്ളത്തിന്റെ പാത്രമുണ്ടായിരുന്നു, അതുകൊണ്ട് വായൊക്കെ കഴുകി ശുദ്ധമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ വരുത്തി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ. എന്റെ വാപ്പാന്റെ വിഷമം എത്രയാണ് എന്ന് അവൾ സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നേക്ക് ശേഷം നിന്റെ ഉപ്പാക്ക് വിഷമമുണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കാതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യം പറഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞു. രണ്ടാമതും സ്വകാര്യം പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. മാസങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ, എന്തായിരുന്നു നിന്റെ ഉപ്പ നിന്നോട് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? നീയായിരിക്കും എന്റെ കൂടെ ആദ്യം വരിക. റസൂലുള്ളാഹിക്ക് ശേഷം ആ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരിക്കും എന്ന്. 6 മാസത്തിനുള്ളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായി. അത് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷിച്ചു. മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. നീയാണ് ആദ്യം എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷിച്ചു. അല്ലാഹു അക്ബർ. ഹസനെയും ഹുസൈനെയും വിളിച്ചു വരുത്തി, അവരെ ചുംബിച്ചു, അവർക്ക് വസിയത്ത് നൽകി, ഉപദേശങ്ങൾ നൽകി. ഭാര്യമാരെ മുഴുവൻ വിളിച്ചു വരുത്തി. 9 ഭാര്യമാർ ഒരേ സമയത്ത് അവിടെ ബാക്കിയുണ്ട്. അവർക്കെല്ലാവർക്കും ഉപദേശങ്ങൾ നൽകി. അല്ലാഹു അക്ബർ. വഫാത്താകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖഭാവം മാറിക്കൊണ്ടിരിക്കുന്നു.
അവിടുന്ന് പറയുകയാണ് അസ്സലാത്ത് അസ്സലാത്ത് വമാ മലക്കത് അയ്മാനുക്കും. അവസാനമായി റസൂൽ നൽകിയ ഉപദേശം നമസ്കാരത്തെ പറ്റിയാണ്. പിന്നെ അടിമകളോടുള്ള പെരുമാറ്റം, ഏഴകളും വിഷമിക്കുന്നവരും വേദനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ ജനവിഭാഗത്തോട് യജമാനന്മാർ കാണിക്കേണ്ട മര്യാദയുള്ള മധുരമുള്ള പെരുമാറ്റത്തെ പറ്റിയാണ്. റസൂലുള്ളാഹിക്ക് ക്ഷീണം അതികഠിനമായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് ചാരിയിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരും ഒരുമിച്ച് ചേരുകയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിക്ക് രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ചോദിച്ചു. റസൂലെ ചോദിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഐന അനഗദൻ, ഐന അനഗദൻ, ഐന അനഗദൻ, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്. എന്താ ഇത്? ഇസ്ലാമിക നിയമപ്രകാരം ഒന്നിലധികം ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യമാർക്കിടയിൽ തുല്യമായ നീതി പാലിക്കണം. നമ്മുടെ സമൂഹത്തിൽ നീതി പാലിക്കാത്ത സത്യം പറയാത്ത, സത്യം മറച്ചു വെക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരാണെന്ന് പോലും അറിയാത്ത, മറ്റുള്ളവർക്കറിയാത്ത, സ്വന്തം മക്കളാണെന്ന് മറ്റുള്ളവർക്കറിയാത്ത എത്രയോ ആളുകളുണ്ട് മറച്ചു വെക്കുന്ന, മൂടി വെക്കുന്ന. ഏതെങ്കിലും ഒരു ഭാര്യയിലേക്ക് പൂർണ്ണമായും ചാഞ്ഞിട്ട് ഈ ഭാര്യയെ കയറില്ലാതെ കെട്ടിയിടുന്നവരുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പങ്കുവെച്ചു. അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലിക്, അല്ലാഹുവേ എനിക്ക് സൗകര്യമുള്ള, എന്റെ അധീനത്തിൽപ്പെട്ട എന്റെ കഴിവിൽപ്പെട്ട വിഭജനമാണിത്. ഫലാ തലുംനി ഫീമാ ലാ അംലികു വതംലിക്, നിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള എന്റെ ഉടമസ്ഥതയിലില്ലാത്ത കാര്യത്തിൽ നീ എന്നെ ആക്ഷേപിക്കരുതേ. എന്താണത്? മാനസികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഭാര്യമാരോട് പ്രത്യേകം ഇഷ്ടമുണ്ടാകും. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ മനുഷ്യന്മാരുമായുള്ള ബന്ധത്തിലുണ്ടാകാം. ആ ഇഷ്ടം തെറ്റല്ല. അത് അള്ളാഹുവിന്റെ കയ്യിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നു, അയ്യുന്നാസി അഹബ്ബു ഇലൈക് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഇഷ്ടം അങ്ങേക്ക് ആരോടാണ്? അപ്പോൾ പറഞ്ഞു, ആയിഷയോടാണ്. റസൂല് മറച്ചു വെച്ചതൊന്നുമില്ല. അപ്പോൾ മിനർ റിജാൽ, ആണുങ്ങളിൽ ആരോടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂഹ, അവളുടെ വാപ്പ. അതും മറച്ചു വെക്കുന്നില്ല, അബൂബക്കർ എന്നല്ല പറയുന്നത്, അവളുടെ വാപ്പ. അപ്പോൾ റസൂലുള്ളാഹി നീതി പാലിക്കാൻ ഉദ്ദേശിക്കുന്നു. ഐന അനഗദൻ. അപ്പൊ ഭാര്യമാർക്ക് മനസ്സിലായി എന്താണ് റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത് എന്ന്. എന്താണ്? വയ്യ, ഇനി ഉള്ള ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. പിന്നെ അവസാന നിമിഷങ്ങളും അവസാന ദിവസങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരാൾ കൂടെ വേണം. അതാരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും കഴിവുള്ള, ഏറ്റവും ആരോഗ്യമുള്ള ആള് ഇനി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാവരും അനുവാദം കൊടുത്തു ആയിഷയുടെ വീട്ടിലേക്ക് പോകാൻ. രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് മൈമൂന റളിയല്ലാഹു അൻഹയുടെ റൂമിൽ നിന്ന് പോയി. ആ അസുഖം വരുമ്പോൾ, സഫർ 29-ാം തീയതി തിങ്കളാഴ്ച അസുഖം വരുമ്പോൾ മൈമൂനയുടെ വീട്ടിലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മരണശേഷം പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ചാണ് ഒന്നാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന നഹ്രി വസഹരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വെച്ച്, വീതിച്ചാൽ എന്റെ ദിവസമാകുന്ന ദിവസത്തിൽ, വീതിച്ചിരുന്നുവെങ്കിലും അന്ന് എന്റെ ദിവസമാകുമായിരുന്നു, എന്റെ മടിത്തട്ടിൽ വെച്ച്, എന്റെ മാറിനടിയിൽ വെച്ച് ആണ് അവിടുന്ന് മരണമടഞ്ഞത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെയും ഉമിനീര് അള്ളാഹു ആ ദിവസം ഒരുമിപ്പിച്ചു ചേർത്തു. ആ മിസ്വാക്ക് പല്ലിലിട്ട് മിനുസമാക്കി കൊടുത്തതിനെ പറ്റിയുള്ള മധുരതരമായ ഓർമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പങ്കുവെക്കുന്നത്. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സഖറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന്റെ വേദന, മരണത്തിന്റെ വെപ്രാളം അത് തീർച്ചയായും ഉള്ളതാണ്. വജാഅത്ത് സക്കറത്തുൽ മൗത്ത്, സൂറത്ത് ഖാഫിൽ നമ്മൾ പഠിച്ചില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉരുവിടുന്നത് കേട്ടപ്പോൾ, അതു യാ റസൂലല്ലാഹ്, റസൂലേ അങ്ങേക്കുമുണ്ടോ വേദന, അങ്ങേക്കുമുണ്ടോ വേദന? റസൂൽ പറയുകയാണ്, നഅം കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫദാലിക ലക അജ്റാൻ, അപ്പൊ നിങ്ങൾക്ക് 2 കൂലി ഉണ്ടാകുമല്ലേ? അതേ, 2 കൂലി ഉണ്ടാകും. സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ കടുത്ത വേദന റസൂൽ അനുഭവിക്കുകയാണ്. ചില ആളുകൾ പറയും നല്ല മരണം എന്ന്. എന്തിനെ പറ്റി? ഒരു വേദനയില്ലാതെ മരിച്ചുപോയി എന്ന് നമുക്ക് തോന്നുന്ന ആളുകളെ പറ്റി. അങ്ങനെ പറയേണ്ടതില്ല, അങ്ങനെ പറയേണ്ടതില്ല. സത്യവിശ്വാസിയുടെ മരണത്തിന്റെ അടയാളം നെറ്റിയിലെ വിയർപ്പാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു നമുക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സക്കറാത്തുൽ മൗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ശബ്ദിക്കാൻ വയ്യ. അവിടുന്ന് ചുണ്ടുകൊണ്ട് മന്ത്രിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തല കുനിച്ചു കാതോർക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ. ആരാണ് പറയുന്നത്? ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത, എല്ലാ ഫർളും ചെയ്ത, എല്ലാ സുന്നത്തും ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പോലും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. റബ്ബേ, നബിമാരുടെ കൂടെ, സിദ്ദീഖുമാരുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർക്കണമേ. മുഹമ്മദ് നബി പ്രാർത്ഥിക്കുകയാണ്, ആ ആളുകളുടെ കൂടെ എന്നെ ചേർക്കണമെന്ന്. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ മച്ചിന്റെ മുകളിലേക്ക് ചൂണ്ടി, കണ്ണുകൾ അങ്ങോട്ട് തുറിച്ചു നിന്നു. 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ കൈ താഴോട്ട് വീണു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം. പക്ഷേ അവിടുത്തെ തിരുശരീരം മാത്രമേ നമ്മൾ കാണാതായിട്ടുള്ളൂ. ആ മഹത്തായ മുഴുവൻ മാതൃകയും ചരിത്രവും മുമ്പിലുണ്ട്. ഇനി ഇതാ നമ്മളിപ്പോൾ ബാക്കിയായിരിക്കും. ആ റസൂലുള്ളാഹിന്റെ അവസാന ജീവിത ദിവസങ്ങൾ നോക്കൂ നിങ്ങൾ. എന്തെന്ത് അത്ഭുതങ്ങളാണ് അവിടുന്ന് ചെയ്തത്, എന്തെന്ത് നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുന്ന് ശ്രദ്ധിച്ചത്, അല്ലേ? എങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ മരിക്കാൻ നേരത്തെ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോഴങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ കടങ്ങളും കടമകളും എങ്ങനെ ഉണ്ടാകും? ഭാര്യമാരും ഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും കണക്കും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടാകും? പണം എങ്ങനെയുണ്ടാകും? ലോണുകൾ എങ്ങനെയുണ്ടാകും? പലിശ എങ്ങനെയുണ്ടാകും? സ്ത്രീധനവും കൈക്കൂലിയും എങ്ങനെയുണ്ടാകും? നമ്മുടെ വീടുകളിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും? എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കും? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹുൽ മൗത്ത്. റസൂലുള്ളാഹി വഫാത്താകുന്നത് വരെ ഇത്തികാഫിരുന്നു. സുമ്മ ഇഅ്തഖഫ സുവാജുഹു മിൻ ബഅദിഹി. പിന്നെ അവിടുത്തെ ശേഷം അവിടുത്തെ ഭാര്യമാരും ഇത്തികാഫിരുന്നു. ആര് പഠിപ്പിച്ചു ഇത്? ആര് പഠിപ്പിച്ചു ഇത്? റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇല്ലേ? നമ്മുടെ ഭാര്യമാരെങ്ങനെ ഉണ്ടാകും? നമ്മുടെ മക്കൾ എങ്ങനെയുണ്ടാകും? ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷമുള്ള സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. സിദ്ദീഖുൽ അക്ബർ അവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ചപ്പുറത്തേക്ക് പോയതായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാർത്ത കേട്ടു. അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ സമനില തന്നെ തെറ്റിപ്പോകുന്ന വിധത്തിലെത്തി. പെട്ടെന്ന് ആ ടെൻഷൻ കൊണ്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചു, ബാദുൽ മുനാഫിഖീന യസ്ഉമൂന ഇന്ന ബാദുൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത് വല്ലാഹി മാ മാത് വലാകിൻ ദഹബ കമാ ദഹബ മൂസ ഇബ്നു ഇംറാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ചില മുനാഫിക്കുകൾ പറയുന്നു. ഇല്ല, റസൂൽ മരിച്ചിട്ടില്ല. ഇല്ല, റസൂൽ വഫാത്തായിട്ടില്ല. മറിച്ച് തൗറാത്ത് വാങ്ങാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോയ പോലെ പോയതാണ്. വല്ലാഹി സയർജി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരും. കമാ റജഅ,
മൂസാ നബി മടങ്ങി വരുന്ന പോലെ. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ള വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാ ഓന്റെ കയ്യും കാലും വിപരീതമായി ഞാൻ കൊത്തി നുറുക്കും. എല്ലാരും ഉണ്ടാകുന്നു. കാരണം ഉമറാണ് പറയുന്നത്. എല്ലാരും ഉണ്ടാകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഓടി വന്നു. ആരോടും ഒന്നും പറയാതെ നേരെ റൂമിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ തൊട്ടു നോക്കി, ശരീരം തൊട്ടു നോക്കി, മുഖത്ത് ചുംബിച്ചു. അവിടുന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ലൻ യജ്അലല്ലാഹു ലക മൗതതൈൻ, രണ്ട് മരണം അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. അമ്മൽ മൗതത്തല്ലത്തി കതബഹല്ലാഹു ലക ഫഖദ് സുഖ്ത, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച മരണം ഇന്ന് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. തിബ്ത ഹയ്യം വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും അങ്ങേക്ക് സുഗന്ധം, മരിച്ചു കഴിഞ്ഞിട്ടും അങ്ങേക്ക് സുഗന്ധം. ആ ശരീരത്തിൽ നിന്ന് സുഗന്ധം ചൊരിയുന്നുണ്ടായിരുന്നു. ചുംബിച്ചപ്പോൾ സുഗന്ധമാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂലിനുള്ള കറാമത്താണത്. അദ്ദേഹം പുറത്തേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചൂടായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഒന്ന് ഇരിക്ക്. ഏയ് ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് കയറി എന്നിട്ട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഹംദും സലാത്തും ഒക്കെ ചെയ്തു. അപ്പൊ ആളുകൾ മുഴുവൻ ഉമറിനെ ഒഴിവാക്കി സിദ്ദീഖുൽ അക്ബറിന്റെ അടുക്കലേക്ക് വന്നു. അവിടുന്ന് സൂറത്തു ആല ഇംറാനിലെ ആയത്ത് ഓതി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും വലാ യകാബികും വമൻ യൻഖലിബു അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജിദില്ലാഹു ശാകിരീൻ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? ആരെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹു ഒരു ദോഷവും ഉണ്ടാവുകയില്ല. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു കൂലി കൊടുക്കും. ഈ ആയത്തങ്ങ് കേട്ടപ്പോ സഹാബത്ത് പറയുകയാണ്, ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇപ്പൊ ഇറങ്ങിയതുപോലെ, ഈ സന്ദർഭത്തിൽ ഇറങ്ങിയ പോലെ. എന്നാ ഇറങ്ങിയത്? ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ. ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നൊരു കഥ പരന്നു. ആളുകൾ പലരും അത് വിശ്വസിച്ചു. അള്ളാഹുവിന്റെ ഔലിയ ആയ സഹാബത്ത് വിശ്വസിച്ചു. അവരറിഞ്ഞില്ല മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്തുകൊണ്ടാ? മറഞ്ഞ കാര്യം അറിയില്ല. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. അതുകൊണ്ടാണ് അവരിൽ പലരും യുദ്ധം കളം വിട്ടോടി, ആയുധം വലിച്ചെറിഞ്ഞു. കഥയെല്ലാം നിങ്ങൾക്കറിയാം. ആ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങുന്നത്. അന്ന് ഇറങ്ങിയ ആ ആയത്ത് പിന്നെ ഓതാനല്ലാതെ പ്രാവർത്തികമാക്കാൻ ആവശ്യം വന്നത് 9 കൊല്ലം കഴിഞ്ഞിട്ട് റസൂലുള്ള വഫാത്തായപ്പോഴാ. അവര് പറയുകയാണ്, പടച്ചോനെ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ഒരാഴ്ചക്കാലം മദീനയിലെ മുഴുവൻ തെരുവീഥികളിൽ ആയത്ത് തലയടിക്കുകയായിരുന്നു. സിദ്ദീഖുൽ അക്ബർ ഈ ആയത്ത് ഓതിയപ്പോൾ അത് കൂടി നിന്ന എല്ലാ സഹാബിമാരും ആ ആയത്ത് ആവർത്തിച്ചു. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നീ മരിക്കും അവരും മരിക്കും. ആയത്ത് സിദ്ദീഖുൽ അക്ബർ ഓതുകയാണ്. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു പ്രസിദ്ധമായ വചനം, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും ഇതുവരെ ആരാധിച്ചിരുന്നത് മുഹമ്മദിനെ ആയിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ, ആരെങ്കിലും ഇതുവരെ ആരാധിച്ചിരുന്നത് അല്ലാഹുവിനെ ആയിരുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായി. അദ്ദേഹം ബോധം കെട്ടു വീണു. ശരി, അവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങൾ വിശദീകരിക്കുവാൻ ഇപ്പോൾ സന്ദർഭമില്ല. ശരി, നമുക്കിനി ചിന്തിക്കാം. ഇനി ഇതാ നമ്മൾ ബാക്കി നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെയാകണം? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി നമുക്കുള്ള ബന്ധം എന്താണ്? മരണവുമായി നമുക്കുള്ള ബന്ധം എന്താണ്? നമ്മളോട് റസൂലുള്ള പറഞ്ഞത് എന്നെപ്പോലെ നിങ്ങളാകണമെന്ന്. എന്താകണമെന്ന്? സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. ഖുദൂ അന്നീ മനാസികക്കും, നമ്മുടെ പക്കൽ നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ട് റസൂൽ ഒതുവെടുത്ത പോലെ തല മുഴുവൻ തടവി ഒതുവെടുക്കാൻ, റസൂൽ കൈകെട്ടിയ പോലെ നെഞ്ഞത്ത് കൈകെട്ടാൻ, റസൂൽ നമസ്കരിച്ച പോലെ നമസ്കരിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകളും ഇബാദത്തുകളും ചെയ്ത പോലെ അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അവിടുന്ന് ഉപദേശിച്ച അസ്വലാ എന്ന കാര്യം, അതുപോലെ ഖബർ പൂജ, ഖബറാളികളുള്ള പ്രാർത്ഥന, ഖബറിനെ ബിംബമാക്കുന്ന ഏർപ്പാട് എന്ന് വിട്ടുനിൽക്കാൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെപ്പറ്റി നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ മരണത്തെപ്പറ്റി ഓർക്കണം. നമ്മുടെ കുടുംബാദികളുടെ മരണത്തെപ്പറ്റി ഓർക്കണം. എല്ലാവരും മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കേണ്ടതാണ്. റസൂലുള്ള മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖികളുടെ നേതാവായി മരിച്ചു. അതുപോലെ സഹാബത്തും മരിച്ചു. ഇനി നമുക്കും മരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. ഒരാഴ്ചക്കാലമായി ബഹ്റൈനിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുക, എന്റെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം മുസ്ലിങ്ങളായി ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും കഴിയുന്നത്ര പാലിക്കുവാനും പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണം. ഞങ്ങളെല്ലാം നീ മുസ്ലിമായി മരിപ്പിക്കുമാറാകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് നീ പുറത്തുവരുമാറാകണമേ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് നീ ധൈര്യവും സ്ഥൈര്യവും ശക്തിയും പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ വിവരം നീ വർദ്ധിപ്പിച്ചു തരുമാറാകണമേ. ഞങ്ങൾ അവിവേകികളാണ്, ഞങ്ങൾക്ക് നീ വിവേകം നൽകുമാറാകണമേ. ഞങ്ങളുടെ വാക്കുകളിലും നോട്ടങ്ങളിലും നീക്കങ്ങളിലും നിലപാടുകളിലുമുള്ള വീഴ്ചകൾ നീ പരിഹരിക്കുമാറാകണമേ. റബ്ബേ, പടച്ചവനെ, വിവരവും വിവേകവും വിശ്വാസവും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ. മുതിർന്നവരെ മാനിക്കുവാനും ഇളയവരെ ലാളിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. വിഷമിക്കുന്ന വേദനിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരിമാർ അവിവാഹിതകളായി വിധകളായി വിവാഹമോചിതകളായി നിലനിൽക്കുമ്പോൾ അവർക്ക് വിവാഹം ഉണ്ടാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. പടച്ചവനെ, നീ ഹറാമാക്കിയിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കുമാറാകണമേ. നീ വിരോധിച്ചിട്ടുള്ള ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും എല്ലാ ഹറാമുകളും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ. റബ്ബേ, അള്ളാഹുവെ, കൂടുതൽ നിന്നോട് അടുക്കുവാൻ ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, നമസ്കാരം, നോമ്പുകൾ, സക്കാത്ത്, ഹജ്ജ് എന്നിവ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന